2020 ചേർന്ന് അതായത് NDA സഖ്യത്തിലോട്ട് ചേർന്നതിന് ശേഷം അഖിൽ മാരാർക്ക് കോൺഗ്രസിനോട് വലിയ ചൊറിച്ചിലാണ്. അറിയാലോ, ഇപ്പൊ അങ്ങോട്ട് മാറിയപ്പോൾ നന്ദി കൂറ് കാണിക്കണമല്ലോ. എങ്ങനെ ഏതായാലും പ്രവൃത്തി പരിചയമൊന്നുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല, പാർട്ടി പരിചയമൊന്നുമില്ല, അപ്പൊ ഇങ്ങനെ കൂറ് കാണിക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ അഖിൽമാരാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, കുറച്ച് വൈറലായി നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ അഖിൽ മാരാരുടെ പഴയ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ തലപൊക്കി വന്നിട്ടുണ്ട്. അതിനകത്ത് അഖിൽ മാരാർ പറഞ്ഞേക്കുന്നത് VD സതീശനെ കുറിച്ചാണ്. അതായത് VD സതീശൻ അതായത് കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവെന്ന് ആ ഇന്റർവ്യൂവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഖിൽ മാരാരുടെ ഇപ്പോഴത്തെ ഈ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്യാണ് പൊതുവെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇതാണ് ചർച്ച. അഖിൽ മാരാർ ഇതിനെ തിരുത്താനോ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ തയ്യാറായിട്ടില്ല. കാരണം അഖിൽ മാരാർ അത് തന്നെയാണ് അംഗീകരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ഈ പോക്കിന്റെ ഒക്കെ അർത്ഥം? അല്ല, ഒരുപക്ഷെ ഈ അഖിൽമാരാർക്ക് സീറ്റ് നിശ്ചയിച്ച് ഇനി ഇന്റർവ്യൂ കണ്ടിട്ടാണോ എന്നും അറിയില്ല. VD സതീശനാണല്ലോ കണ്ടിട്ടുണ്ടാവും. കാര്യം VD സതീശനാണല്ലോ തീരുമാനിക്കുന്നത് എന്താണ് ആർക്കാണ് സീറ്റ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏകദേശം തീരുമാനം വരണമല്ലോ. പക്ഷെ എന്നിരുന്നാൽ തന്നെ പിന്നെ ഇതിനകത്ത് രണ്ട് രീതിയിൽ നോക്കാം. VD സതീശനെ ഒരിടത്ത് നോക്കാം. ഒരു കാര്യത്തിൽ ഞാൻ അഖിൽമാരാർക്കൊപ്പം നിൽക്കും. കാര്യം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പാർട്ടിക്കകത്തുള്ളവർക്ക് പോലും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ VD സതീശൻ ഇക്കാലം അത്രയും ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ജനകീയ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടേയില്ല. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, ജനങ്ങളെ നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടെങ്കിലും ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സർക്കാരിനെ ഒന്ന് പ്രതിക്കൂട്ടിലാക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെ കൃത്യമായി ഒരു കേസിലൂടെ ഒതുക്കാനോ ഒന്നും കഴിഞ്ഞ ഒരു നേതാവേ അല്ല VD സതീശൻ. അതിനകത്ത് VD സതീശൻ അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കോടതികൾ പോലും അംഗീകരിച്ചു കൊടുത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അഖിൽമാരാർ പറഞ്ഞ ഒരു വാദം വളരെ കറക്റ്റാണ്. ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് കേരളം കണ്ടതിൽ വെച്ച്. അപ്പോൾ അതിൽ നമ്മൾ നിൽക്കാം. പിന്നെ തന്നെയുമല്ല, സതീശനെ സംബന്ധിച്ച് സതീശൻ അല്പം ധാർഷ്ട്യമുള്ള, അത് പ്രത്യേകം പറയുന്നത് മമ്മൂക്കയ്ക്ക് പോലും ഇത്രയും ധാർഷ്ട്യമില്ല, ജാടയില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്. അപ്പം സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ്റെ വിചാരം ഞാൻ എന്തോ വലിയ സംഭവമാണ്, കേരളത്തെ കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ ഞാൻ എൻ്റെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടുന്ന ഒരാളാണ് എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു VD സതീശന്. അതിടയ്ക്ക് ചെന്ന് കുറഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ഇവിടെ KC വേണുഗോപാലിൻ്റെ വരവുണ്ടായിരുന്നു. ആ KC വേണുഗോപാലിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന നമ്മൾ പറയില്ലേ മാസ് എൻട്രി എന്ന് പറയുന്ന പോലുള്ള ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു KCയുടേത്. അപ്പോൾ KCയുടെ ആ ഒരു മാസ് എൻട്രി ആയി കഴിഞ്ഞപ്പോൾ സതീശന് മനസ്സിലായി തനിക്ക് എവിടെയോ പണി കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ സതീശന് ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ആ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ടാണ് സതീശൻ അല്പം ഒന്ന് മയപ്പെട്ടതും തന്നെയുമല്ല ഇവിടുത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ഹാൻഡിലുകളെ ഒരു തരത്തിൽ പറഞ്ഞ് വിലക്കെടുത്തുകൊണ്ട് ഇവിടെ സതീശനെതിരായി നടത്തിയ ഒരു ഉപജാപക വൃന്ദത്തിൻ്റെ കഥകളുണ്ടായിരുന്നു. ആ രീതിയെല്ലാം കൂടെ വന്നു. അപ്പോൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വരുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു. അപ്പോഴേക്കും സതീശനെതിരായി ഇവിടെ ഒരു സൈബർ പോരാളികൾ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സതീശന് സ്വാഭാവികമായും അക്രമത്തിന് വിധേയനാകേണ്ടി വന്നു. അങ്ങനെ VD സതീശൻ ഭയങ്കരമായ അക്രമത്തിന് വിധേയനാകുകയും തകർന്ന് തരിപ്പണമാകുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏത് ഉറപ്പിന്റെ പുറത്താണ് എന്നറിയില്ല സതീശൻ വീണ്ടും ശക്തിമത്തായി വരുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായി. അതാണ് ഇപ്പോൾ പുതിയുഗ യാത്രയിൽ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതാണ് സതീശൻ വീണ്ടും പഴയ ഒരു പ്രതാപ കാലഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ആ കാലം അത്രയും സതീശൻ താൻ പോരിമയുടെ നേതാവായിരുന്നു. ഞാൻ പറയുന്നതേ കോൺഗ്രസിൽ നടപ്പാകൂ, ഞാൻ പറയുന്നത് മാത്രമാണ് കോൺഗ്രസിൽ നടപ്പാകേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവിന് ഏറ്റ കനത്ത പ്രഹരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വകയായി കിട്ടി. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയെല്ലാം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സതീശനെ വീണ്ടും ഇപ്പം അഖിൽമാരാർ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചിത്തുരുമ്പിന്റെ വില പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ അഖിൽമാരാർ പലപ്പോഴും ഈ സർക്കാർ വിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ട് നടന്ന ഒരു നേതാവല്ല, ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചിലപ്പം ബിഗ് ബോസോ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ സിനിമ രാഷ്ട്രീയപരമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിലപാടിൽ ഉറച്ചു നിൽക്കാറില്ല. സ്വന്തമായി അതായത് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോന്ന് ചോദിച്ചാൽ അതില്ല. എന്നുവെച്ചാൽ ഒരു പാർട്ടിയിൽ ഉറച്ചു നിൽക്കാത്ത ഒരാളെന്നെ പൊതുവെ നോക്കുന്ന ഏത് കുഞ്ഞിനും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, അത് തുടക്കത്തിൽ നമുക്ക് അറിയാമല്ലോ. ബിഗ് ബോസ് അഖിൽമാരാർ ഈ സമയത്ത് അഖിൽമാരാർക്ക് പിന്നെ കുറേയധികം ഫോളോവേഴ്സ് ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അല്ലാതെ വേറെ ഫോളോവേഴ്സ് ഒന്നുമില്ല, കുറച്ചധികം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേയധികം ഫോളോവേഴ്സ് വന്നൊരു സിനിമയൊക്കെ ഹിറ്റായി. പിന്നെ
ഈ അഖിൽമാരാർ എന്തോ ആവശ്യമില്ലാത്തടത്ത് കയറി പറയുന്നില്ല. ഇപ്പം എന്തിനാണ് ഈ വി ഡി സതീശനെ കുറിച്ച് കുറ്റം പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലത്തെ വാചകങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഒരു സൈഡിലൂടെ പോകുന്ന BJP ട്രാക്കിംഗ് ആണ് ശരിക്കും. BJPയുടെ ഒരു സൈഡ് പിൻപറ്റിക്കൊണ്ട് ആണ് ഇവരെല്ലാം കുറ്റം പറയുന്നത്. ഗോവിന്ദ മാഷിനെ കുറ്റം പറയാം, പിണറായി വിജയനെ കുറ്റം പറയാം, ഇവരെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടൊരു വശത്തൂടെ അങ്ങ് പോവാം. അപ്പോൾ പോകുന്ന കണ്ടപ്പോൾ ഒരുപക്ഷെ സതീശനൊക്കെ തോന്നിക്കാണും ഇതൊക്കെ കൊള്ളാം, ഈ ചെറുപ്പക്കാരൻ കൊള്ളാമല്ലോ, വലിച്ചിങ്ങിട്ടാലോ എന്നുള്ള നിലയിലേക്ക് ഒരുപക്ഷെ സതീശൻ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ സതീശനെ അങ്ങനെ ഒതുക്കി സതീശന് തന്നെ വേണ്ട എന്നൊരു തീരുമാനം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സതീശന് എതിരെ ഇങ്ങനെ പ്രതികരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നിത്തലയായി. കാര്യം സീറ്റ് കിട്ടണമെങ്കിൽ സതീശനല്ലേ ചെന്നിത്തല വിചാരിക്കണം. ചെന്നിത്തലയ്ക്ക് തന്നെ ഇത്തവണ സീറ്റ് കിട്ടുമെന്ന് ചെന്നിത്തലയ്ക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെന്നിത്തലയുടെ കൂടെ പോയിരുന്ന ഇഡലിയും സാമ്പാറും കഴിക്കുന്നു, സെൽഫി എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഇത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിട്ടിയ അവസരം എനിക്ക് വളരെ മഹനീയമായി തോന്നുന്നു എന്നൊക്കെയുള്ള കാര്യം ചെന്നിത്തലയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ അഖിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറൊരു കാര്യമുണ്ട്, അന്ന് പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ, പഴയ കാലത്ത് സോഷ്യൽ മീഡിയ ഫോട്ടോ എടുക്കുന്ന സെൽഫിയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു പക്ഷേ ചെന്നിത്തല പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നൊരു ഫോട്ടോയാണ്. ചെന്നിത്തലയ്ക്ക് പകരം അന്ന് ഉണ്ടാകേണ്ടിയിരുന്ന കരുണാകരനായിരുന്നു. അപ്പോൾ കരുണാകരനെ എതിരെ ചെന്നിത്തല എന്താ ചെയ്തതെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് നന്നായിട്ട് അറിയാം. കേരളത്തിൽ അത്യാവശ്യം രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെന്നിത്തല കരുണാകരനോട് കാട്ടിയത് എന്തായിരുന്നു എന്നുള്ള കാര്യം. അപ്പം അതും ഇത് എനിക്ക് അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിക്കാനാണ് എനിക്കിഷ്ടം എപ്പോഴും. അന്നൊരു സെൽഫി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കരുണാകരൻ്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ പ്രിയ പിന്നെ നേതാവിനോടൊപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞ് ഡെയിലി ഒരു പോസ്റ്റ് വെച്ച് ചെന്നിത്തലയുടെ ഉണ്ടായേനെ. കാര്യം അദ്ദേഹത്തിന് അത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ ചെന്നിത്തല വിചാരിച്ചാൽ അഖിൽമാരാർക്ക് സീറ്റ് കിട്ടും എന്നുറപ്പിച്ചു. അപ്പോഴാണ് ഈ ഒരു വെള്ളിടി പോലെ ഐഷ പോച്ചി എന്ന് പറയുന്നൊരു നേതാവ് CPM-കാരി അല്ല, CPM-ൽ നിന്ന് രാജിവെച്ച് പുറത്ത് നിന്ന ഏറെക്കാലം പുറത്ത് നിന്ന ഒരു വനിതാ നേതാവ് പെട്ടെന്ന് കൊട്ടാരക്കരയിൽ ഇതിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു. ഇതോടുകൂടി അഖിൽമാരാർക്ക് കംപ്ലീറ്റ് റിലേ പോയി. ആ റിലേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അഖിൽമാരാർ എങ്ങനെയെങ്കിലും തനിക്ക് കൊട്ടാരക്കര സീറ്റ് വേണം. അതുവരെ സീറ്റ് മോഹമായിരുന്നു. എനിക്ക് കൊട്ടാരക്കരയിൽ എനിക്കിപ്പോൾ സീറ്റ് വേണം, ഞാൻ ഇപ്പോൾ ഉടനെ അവിടെ ഇറങ്ങി മത്സരിക്കും എന്ന് പറയുന്ന ഒരു വലിയ ഇത് നിൽക്കുമായിരുന്നു. തന്നെ അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത്, അഖിൽമാരാർ എപ്പോഴെങ്കിലും നേരത്തെ വിദ്യ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിന്നിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പം അയാൾ 2 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു വയനാട്. എന്നിട്ട് വീട് എവിടെ? അത് സർക്കാർ വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളിത് പറയാൻ പോയത് എന്ന് പറയുന്ന ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ആ വീട് വെച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക, അതും കൊടുത്തിട്ടില്ല. ഇനി സർക്കാരിന്റെ CMDRF-ലേക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതും കൊടുത്തിട്ടില്ല. അപ്പം അഖിൽമാരാർ സർക്കാരിലെ CMDRF-ലേക്ക് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വീട് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വാഗ്ദാനം പോലും അദ്ദേഹം പാലിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, പണ്ട് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന പിന്നെ പ്രോഗ്രാമിന്റെ സമയത്ത് പറഞ്ഞ ഞാൻ ലുലു മാളിൽ പോയി തുണി പൊക്കി നിൽക്കുമെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ആ പറഞ്ഞ ആള് അടുത്ത സീസണിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, അയാൾ വിന്നർ ആവുകയും ചെയ്തു. ഇതാണ് നിലപാടെന്ന് പറഞ്ഞാൽ. ഈ നിലപാടുള്ളവരെയാണ് ശരിക്കും ഇവർ BJP-ക്കാർ കൊണ്ടു നടക്കേണ്ടത്. ശരിക്കും BJP എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിൽ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പം പിന്നെ കോൺഗ്രസ്സിലേക്ക് പിന്നെ പിടിച്ചു നിർത്താൻ നോക്കുന്നു, അയാൾ ചാടുന്നു, വേറെടുത്ത് കയറുന്നു. ഇതൊക്കെ ഇവരുടെ ഒരു പതിവ് ഗിമിക്സ് മാത്രമാണ്. അപ്പം അഖിൽമാരാർ പറഞ്ഞ 1-2 കാര്യങ്ങൾ വാസ്തവമാണ്. ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരാൾ ജാട കാണിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്, അയാൾ മമ്മൂട്ടിയോളം വലിയ ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ നമുക്ക് സംശയം പറയേണ്ടി വരും. മമ്മൂട്ടി എന്ന് പറഞ്ഞ ചലച്ചിത്ര നടനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി ചിന്തിച്ചാൽ ഒരു ചലച്ചിത്രകാരത്തിന് ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് വേണ്ട. തന്നെ കാണുന്ന ആരാധകരോട് അത്ര ഒരു പൊളിറ്റീഷ്യന് തോന്നേണ്ട യാതൊരു ധാരണ ഉണ്ടാവേണ്ട. കാര്യം അദ്ദേഹം നടനാണ്. 10-40 കൊല്ലത്തിന് മുകളിലെ മലയാള സിനിമയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു നടൻ. ആ നടന് ഒരു പക്ഷേ ഒരു ജനങ്ങളോട് ജസ്റ്റ് കൈപൊക്കി കാണിച്ചാൽ തീരുന്നേ ഉള്ളൂ ആരാധന എന്ന് പറഞ്ഞാൽ. ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെയല്ല. ഇവിടെ മമ്മൂട്ടി ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നില്ല. ഒരു ജനങ്ങളുടെ അടുക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ നിവേദനം മേടിച്ചുകൊണ്ട് ഞാൻ നാളെ പൂർത്തിയാക്കി തരാം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം ഇവിടെ മമ്മൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അത് കൊടുക്കേണ്ടത് പൊളിറ്റീഷ്യൻസ് ആണ്. പൊളിറ്റീഷ്യൻസ് അങ്ങനെ കൊടുക്കണമെങ്കിൽ പൊളിറ്റീഷ്യൻസ് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ജനങ്ങൾക്കിടയിലേക്ക്. അല്ല ഞാൻ അവിടെ വലിയ ആളാണെന്നുകൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ നിൽക്കേണ്ട ഒരാളായിരിക്കണം എപ്പോഴും പൊളിറ്റീഷ്യൻ. ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരു താല്പര്യവും ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരു കഴിവും ആഭിമുഖ്യവും എപ്പോഴും ഈ പൊളിറ്റീഷ്യൻസ് വെച്ച് പുലർത്തണം. അങ്ങനെ ഒരു ആഭിമുഖ്യം ഇല്ലാത്തൊരു നേതാവാണ് VD സതീശൻ എന്നുള്ള കാര്യം ഒരുപക്ഷെ അഖിൽമാരാർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ഇപ്പോൾ അങ്ങനെ ഇത് വരുന്നത് അഖിൽമാരാർക്ക് അന്ന് VD സതീശനോട് തോന്നിയൊരു ആറ്റിറ്റ്യൂഡൽ
കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് ഏത് കാലത്തും പാർട്ടിയിലുണ്ടാവും. അപ്പം അഖിൽമാരാർ അന്ന് അങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പറഞ്ഞു. അഖിൽമാരാരുടെ പഴയ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അഖിൽമാരാർ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു കാലഘട്ടത്തിലും രാഷ്ട്രീയമായോ അല്ലാതെയോ വ്യക്തിപരമായോ നിലപാടുകളില്ലാത്ത ഒരാളാണ് എന്നാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.